നമസ്കാരം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തായി ആക്രമണം നടത്തിയിരുന്നു. ഇതിന് ഉരുളയ്ക്കുപ്പേരി മറുപടി നൽകി അഫ്ഗാനിസ്ഥാനും. പാക് അഫ്ഗാൻ സൈന്യങ്ങൾ തമ്മിൽ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകളിൽ അഫ്ഗാൻ സൈന്യം ആക്രമണം നടത്തി 25 പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അഫ്ഗാൻ അധികൃതർ പറഞ്ഞു. സംഘർഷത്തെ തുടർന്ന് അതിർത്തിയിലെ വഴികൾ പാകിസ്ഥാൻ അടച്ചു. 58 പാക് സൈനികർ കൊല്ലപ്പെട്ടതായും 30 പേർക്ക് പരിക്കേറ്റതായും അഫ്ഗാൻ അധികൃതർ പറഞ്ഞു. തങ്ങളുടെ മണ്ണിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് താലിബാൻ സേന പാക് സൈന്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചത്. പല പ്രവിശ്യകളിലും കനത്ത പോരാട്ടം നടന്നു. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വ്യാഴാഴ്ച 2 സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് മറ്റൊരു സ്ഫോടനവും നടന്നിരുന്നു. പാക് അഫ്ഗാൻ അതിർത്തി പ്രദേശത്തെ ചന്തയിലും സ്ഫോടനമുണ്ടായി. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചതായും ആരോപിച്ചു. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമ്പോഴാണ് സ്ഫോടനമുണ്ടായത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. സ്ഫോടനം നടന്നതായും ആളപായം ഇല്ലെന്നും അഫ്ഗാൻ സർക്കാർ വക്താവ് വ്യക്തമാക്കിയിരുന്നു. കാബൂളിലെ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി താലിബാൻ സേന അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുമായി കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടെന്ന് അഫ്ഗാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്ത് കടന്നുകയറുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനെതിരെ പോരാടുന്ന തെഹ്രീക്ക് ഇ താലിബാനെ അഫ്ഗാൻ സർക്കാർ സഹായിക്കുന്നുവെന്ന് പാക് സർക്കാർ ആരോപിക്കുന്നു. ഇത് തുടർന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്നാണ് അതിർത്തിയിൽ സംഘർഷം ആരംഭിച്ചത്. അതേസമയം പാകിസ്ഥാനെതിരെ പ്രകോപനത്തിന് മുതിരുന്നവർക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ബഹ്റാംപൂർ ജില്ലയിലെ ഡ്യൂറൻ ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിനിടയിലാണ് 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഹെൽമന്ദ് പ്രവിശ്യ ഗവൺമെന്റ് വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന്റെ 3 സൈനിക ഔട്ട്പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തതായും കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. അതിന് തിരിച്ചടിയായി ഹെൽമന്ദ്, കാണ്ഡഹാർ, സാബുൾ, പക്തിയ, ഖോസ്റ്റ്, നംഗർഹാർ, കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. ഈ പ്രവിശ്യകളെല്ലാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയുന്തോറും വഷളായി വരികയാണ്. അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വാദം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്നും ആസിഫ് പ്രഖ്യാപിച്ചു. ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണം പാകിസ്ഥാന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കനത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖ്വാജ ആസിഫിന്റെ വാദം. കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മുത്തഖി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ അഫ്ഗാൻ നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ഇരു വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. അഫ്ഗാന്റെ മണ്ണ് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഒരു ശക്തിയും അനുവദിക്കില്ലെന്നും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനം നിർത്തിയ ഇന്ത്യൻ എംബസി വീണ്ടും തുറക്കുമെന്നും മുത്തഖി വ്യക്തമാക്കിയിരുന്നു. കാബൂളിലെ ടെക്നിക്കൽ മിഷൻ എംബസിയായി ഉയർത്താനാണ് തീരുമാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വ്യക്തമാക്കിയിരുന്നു.